ഹായ് ഹലോ, ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ശ്രുതിയുടെ അശ്വിന്റെ വിവാഹം കഴിഞ്ഞ് സായിറാം കുടുംബത്തിൽ എത്തിയതു മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതുവരെ അവസാനിച്ചിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ ആ പ്രശ്നങ്ങൾ അവസാനിച്ച് ശ്രുതിയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാനായിട്ട് ആരും തന്നെ തയ്യാറായിട്ടില്ല. ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ച് ശ്രുതിക്ക് അവകാശപ്പെട്ട സ്വർണ്ണമാണെങ്കിലും ഡ്രസ് ആണെങ്കിലും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ആ വീട്ടിലെ അശ്വിന്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പരിപൂർണമായിട്ട് ആരും തന്നെ ശ്രുതി ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പ്രീതിയെ കാണാൻ വേണ്ടിയിട്ട്, പ്രീതിയും ആകാശിനെയും കാണാൻ വേണ്ടിയിട്ട് അശ്വിന്റെയും കുറച്ച് മനോരമയുടെ അവരുടെ കുടുംബത്തിന്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ കുറച്ച് ബന്ധുക്കളും ഇന്ന് വരുന്നുണ്ട്. എന്നാൽ അവരുടെ മുന്നിൽ വെച്ച് ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുവാണ്. ഒടുവില് അശ്വിൻ ശ്രുതിയെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളാണ് ഇന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് വിരുന്നുകാർ വന്നതിന് ശേഷം എല്ലാവരെയും സന്തോഷത്തോടെ കണ്ടു. പിന്നെ എല്ലാവരും അകത്തോട്ട് കയറ്റി ഇരുത്തുവാണ്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇതുവരെയും അശ്വിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവര് വിരുന്നുകാർ ആരും അത് തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അശ്വിൻ ആ വിവാഹത്തെയൊക്കെ പറ്റി സംസാരിക്കുന്നതിന്റെ ഇടയിൽ മരുമകൾ എവിടെ എന്ന് മനോരമയോട് ചോദിക്കുവാണ്. എന്നാൽ മനോരമ അടക്കം പറയുന്ന രീതിയിൽ പതുക്കെ പറയുവാണ്, ഇത് മരുമകളായിരിക്കും, 1 ആണോ 2 ആണോ എന്നൊക്കെ ഇങ്ങനെ മനോരമ പെറുപിറുത്ത് സംസാരിക്കുവാണ്. അപ്പൊ അവർക്ക് ചെറിയൊരു സംശയം തോന്നി, ഇത് മരുമകളാണെന്നോ, മനോരമയുടെ മരുമകൾ എവിടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രീതിയെ അഞ്ജലി വിളിക്കുന്നുണ്ട്. അങ്ങനെ പ്രീതി താഴോട്ട് വരുവാണ്. പ്രീതിയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്നാൽ പ്രീതി വന്നതിന്റെ പിന്നാലെ തന്നെ ശ്രുതിയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ എല്ലാവരും ചോദിച്ചു, ഇതിലേതാണ് ഇപ്പോ മനോരമയുടെ മരുമകൾ ഏതാണ്, മറ്റു പെൺകുട്ടി ആരാണ് എന്നൊക്കെ ചോദിച്ചു. എന്നാൽ അഞ്ജലി തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുവാണ്, ഇത് പ്രീതിയാണ് ആകാശിന്റെ ഭാര്യ. അപ്പൊ പിന്നെ മറ്റേ കുട്ടി ഏതാണ്, അത് പ്രീതിയുടെ അനിയത്തി ആണ് ശ്രുതി. അപ്പൊ പിന്നെ ശ്രുതി ഇവിടെയാണോ താമസിക്കുന്നത് എന്ന് എടുത്തു ചോദിച്ചു. പക്ഷെ അതിന് മാത്രം ആർക്കും ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല. ഉടനെ തന്നെ മനോരമ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പാഴാക്കൂലല്ലോ. അതുപോലെ തന്നെ അത് പ്രീതി എന്റെ മരുമകളാണ്, ശ്രുതി ഇവിടെയാണ് താമസിക്കുന്നത്, ഇത് ശ്രുതിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് ഇവിടെയാണെന്നും ഇവിടത്തെ മൂത്ത മകൻ കഴിച്ച പെൺകുട്ടി പിന്നെ ഇവിടെയല്ലേ താമസിക്കേണ്ടത് എന്ന് മനോരമ എടുത്ത് ചോദിച്ചു. ആ സമയത്താണ് അശ്വിന്റെ വിവാഹം കഴിഞ്ഞു, അശ്വിന്റെ വിവാഹം എപ്പോ കഴിഞ്ഞു, ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്, ഞങ്ങളെ എന്താ ക്ഷണിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരം ചോദിക്കുന്നത് പോലത്തെ കുറെ ക്ലീഷേഡായ ചോദ്യങ്ങൾ എല്ലാവരുടെ മുന്നിൽ ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോ ശ്രുതിക്കും ഒരുപാട് സങ്കടം തോന്നി. അശ്വിൻ ആരോടും ചോദിക്കാതെ കല്യാണം കഴിച്ചോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, സാധാരണ അങ്ങനെ നടത്താറില്ലല്ലോ. അശ്വിന്റെ വിവാഹം എന്ന് പറയുമ്പോൾ നാടറിഞ്ഞ് നല്ല അതിഗംഭീരമായിട്ട് ആർഭാടമായിട്ടായിരിക്കും ഉറപ്പായിട്ട് വിവാഹം നടത്താൻ പോവുക. അപ്പൊ പിന്നെ ഇങ്ങനെ വിവാഹം നടത്തിയെന്നുണ്ടെങ്കിൽ, അതും ആരെയും വിളിക്കാതെ വിവാഹം നടത്തിയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ നടത്തിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. അവിടെ ശ്രുതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു വിരുന്നുകാരുടെ ചോദ്യങ്ങളും. അതിന്റെ ഇടയിൽ മനോരമയുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലും കൂടി ആയപ്പോ പരിപൂർണമായി ശ്രുതിക്ക് ഒരുപാട് സങ്കടം തോന്നി. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ അശ്വിൻ ഉടനെ ഓടി വരികയും എന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ ആർക്കാ എന്താ പ്രശ്നം എന്ന് അശ്വിൻ എടുത്തു ചോദിച്ചു. എന്നാൽ ശ്രുതി എന്റെ ഭാര്യയാണെന്നും ഞാൻ ശ്രുതിയെ വിവാഹം കഴിച്ചതാണ്, എന്റെ വിവാഹം കഴിഞ്ഞു എന്നതിൽ എന്താണ് ഇവിടെ ഇത്ര പ്രശ്നം, എന്താണ് എല്ലാരും വിളിച്ച് നാടറിഞ്ഞ് മാത്രമേ വിവാഹം നടത്താവൂ എന്നെന്തെങ്കിലും നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമവും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വിവാഹം കഴിച്ചു, അതിലിവിടെ ചോദിക്കേണ്ട കാര്യം എന്താണ് എന്നൊക്കെയുള്ള ഈ രീതിയിൽ അശ്വിൻ ചോദിച്ചു. അവസാനം വിരുന്നുകാർക്കൊന്നും വാ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അശ്വിൻ നല്ല മറുപടി കൊടുത്തു. എന്തൊക്കെ പറഞ്ഞാലും നാടറിഞ്ഞ് നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം വിളിച്ചിറക്കി കൊണ്ടുവന്ന് വിവാഹം കഴിച്ചതല്ലേ, അതിൻ്റെതായിട്ടുള്ള നാണക്കേടുകൾ സായിറാം കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോയി, എല്ലാവരും പോയി. ഈ സമയത്ത് അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് പ്രീതിക്ക് വേണ്ടിയിട്ടാണ് സമ്മാനങ്ങൾ കൊണ്ടുവന്നത്, പക്ഷെ വേറൊരു മരുമകളും കൂടി ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു, എന്തായാലും ഞങ്ങൾ സമ്മാനം തരാതെ നിങ്ങൾ സന്തോഷത്തോടു കൂടി രണ്ടുപേരും കൂടി സന്തോഷത്തോട് വീതിച്ചെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞ് അവര് സമ്മാനങ്ങളെ പ്രീതിയുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതിന്റെ പിന്നാലെ തന്നെ
സന്തോഷത്തോടു കൂടി എല്ലാം വിരുന്നൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും യാത്ര പറഞ്ഞ് അവർ തിരിച്ചുപോയി. ഇതിന്റെ പിന്നാലെ പ്രീതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ആ സമ്മാന പൊതികളൊന്ന് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അതിന്റെ അകത്ത് എന്തായിരിക്കും, എന്ത് സമ്മാനമായിരിക്കും അവർ തന്നിട്ടുണ്ടാവുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തുറക്കുന്നതും ഉടനെ തന്നെ മനോരമ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു സമ്മാനമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ശ്രുതിയെ വഴക്കു പറയുവാണ്. ഇതിന്റെ പിന്നാലെ അഞ്ജലിയും മുത്തശ്ശിയും വന്നു. നീ കാരണമാണ് ഇവിടെ എല്ലാവരും ഈ വിരുന്നുകാരുടെ മുന്നിൽ നാണം കിട്ടതെന്നും നീ കാണിച്ച പണിയാണ് ഇത്രയും നാണക്കേട് ഉണ്ടാക്കിയത് എന്നൊക്കെയുള്ള രീതിയിൽ മനോരമ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. കൂടാതെ തന്നെ ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പോ നമ്മൾ വിരുന്നുകാർ വന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി, ശരി കുഴപ്പമില്ല എന്ന് വെക്കാം. പക്ഷെ ഇനിയും പലരും ഇവിടേക്ക് വന്നെന്നിരിക്കും, നമ്മൾ പുറത്തു പോയെന്നിരിക്കും. ആ സമയത്ത് എല്ലാവരും ചോദിക്കുമ്പോ നമ്മൾ പറയുന്ന രീതി ആയിരിക്കത്തില്ല, അവര് പല കഥകളും മെനഞ്ഞുണ്ടാക്കും. പിന്നെ അതിന്റെ പേരിൽ എന്തൊക്കെ നാണക്കേടുകളായിരിക്കും അനുഭവിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി മനോരമ സംസാരിക്കുവാണ്. മനോരമ സംസാരിച്ചത് കേട്ടിട്ട് മുത്തശ്ശി മനോരമയെ സപ്പോർട്ട് ചെയ്തു. അത് മനോരമ പറഞ്ഞത് ശരി തന്നെയാണ്. ഇനി ആരോട് അവരെന്തൊക്കെ കഥകളായിരിക്കും മെനഞ്ഞുണ്ടാക്കാൻ പോകുക, ഇനി എന്തൊക്കെയായിരിക്കും നമ്മൾ പറയാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാൽ അഞ്ജലി ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇവിടെ ഇപ്പൊ ശ്രുതിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. ശ്രുതിക്കൊപ്പം തന്നെ അശ്വിനും കുറ്റക്കാരൻ തന്നെയാണ്, അവനെയും കുറ്റം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിലും അവിടെ അഞ്ജലിയോട് മനോരമ പറഞ്ഞ കാര്യം, ഇപ്പൊ ശരി ശ്രുതിയോട് അശ്വിൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു, എന്നാൽ അവൾ എന്തിനാണ് അതിന് തയ്യാറായത്? ആ തയ്യാറായത് കൊണ്ടല്ലേ ഇത്രയും നാണക്കേടുണ്ടായത്. അതുകൊണ്ട് തന്നെ ശ്രുതിയാണ് ഇതിലെ കുറ്റക്കാരി എന്നാണ് മനോരമ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സംസാരങ്ങൾ ഭയങ്കരമായിട്ട് രൂക്ഷമായി. ശ്രുതി ഭയങ്കരമായിട്ട് നാണം കെട്ട് സങ്കടത്തോടു കൂടി തല കുനിച്ച് നിൽക്കുമ്പോ അശ്വിൻ അവിടേക്ക് വരുവാണ്. മനോരമ പറഞ്ഞതല്ല അശ്വിൻ കേട്ടു. ഇവിടെ എന്താണ് പ്രശ്നം? ഇതുവരെയായിട്ടും ചർച്ചകളൊന്നും അവസാനിച്ചില്ലേ? എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ അശ്വിൻ സംസാരിച്ചു. എന്നാൽ അശ്വിനെ വഴക്ക് പറഞ്ഞുകൊണ്ട്, നീ ചെയ്തതിന്റെ ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, നീ ചെയ്തതിന്റെ ഫലമാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനോട് മുത്തശ്ശിയും സംസാരിച്ചു. കൂടാതെ തന്നെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമ്പോ അവരോട് കുറച്ച് മാന്യമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു മാന്യത കുറവും അവരോട് കാണിച്ചിട്ടില്ല. എന്റെ ഭാര്യയെ കുറ്റം പറയുന്നത് കണ്ടപ്പോ ഞാൻ വിവാഹം കഴിച്ചത് ഒരു തെറ്റായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. എന്നാൽ അത് തെറ്റാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ അവര് പറഞ്ഞതിന്റെ മറുപടി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ വിരുന്നുകാർ വരുമ്പോ നമ്മൾ മാത്രമല്ല അവരോട് ഒരു ബഹുമാനം കാണിക്കേണ്ടത്, മര്യാദ കാണിക്കേണ്ടത്, അവർക്കും ഇതുപോലെ മര്യാദ നമ്മളോടും കാണണം എന്നൊക്കെ അശ്വിൻ സംസാരിച്ചു. കൂടാതെ തന്നെ ഇനി ആരും ഇതിനെപ്പറ്റി വഴക്ക് പറയരുത്. ശ്രുതി എന്റെ ഭാര്യയാണ്, ഞാൻ താലി കെട്ടിയ പെൺകുട്ടിയാണ് ശ്രുതി. അവളെ ആരും വേദനിപ്പിക്കാനോ ഒന്നിനും പാടില്ല, അവളെ ആരും കുത്തി നോവിക്കാൻ പാടില്ല എന്ന് അശ്വിൻ പറഞ്ഞതിന് ശേഷം അകത്തോട്ട് പോയി. എന്നാൽ ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തൊക്കെ വന്നാലും ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ ഭാര്യയാണ്, അതുകൊണ്ട് അവളെ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചല്ലോ, അതില് സന്തോഷം തോന്നി. മുത്തശ്ശിക്കും ഒരു അത്ഭുതം തോന്നി. പക്ഷേ മനോരമ അതിലും ഒരു കുറ്റം കണ്ടുപിടിച്ചു. ഇതുവരെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി എതിർത്ത് പറയാത്ത കുഞ്ഞനാണ് ഇപ്പോ ശ്രുതി വന്നതിന്റെ പിന്നാലെ എതിർത്ത് പറയാൻ സംസാരിച്ചു തുടങ്ങിയത്. ഇത് ശ്രുതിയുടെ കൈവശം തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ കുറ്റപ്പെടുത്തി. എന്നാൽ സങ്കടത്തോടു കൂടി അകത്തോട്ട് പോയപ്പോഴും ശ്രുതിക്ക് ഭയങ്കര വേദനയായിപ്പോയി. എന്നാൽ മനോരമ വഴക്കുറയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത്. പിന്നാലെ തന്നെ ശ്രുതി അകത്തോട്ട് പോയപ്പോൾ മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും അവരുടെ പിന്നാലെ പോയി. എന്നാൽ ഉടനെ തന്നെ ഈ ഒരു സമ്മാനങ്ങള് പ്രീതിയോട് തന്റെ റൂമിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് മനോരമ പറയുകയും, കൂടാതെ ഇനി ശ്രുതിയുടെ വാലും തൂങ്ങി പിടിച്ചുകൊണ്ട് നീ നടക്കാൻ പാടില്ല, എന്റെ മകനെ നീ കയ്യിലെടുക്കാനും നോക്കണ്ട, അവൻ എന്റെ മകനാണ്, അവനിൽ ഒരുപാട് അധികാരം കാണിക്കാനും നീ ശ്രമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അതൊന്നും പ്രീതിയും കാര്യമാക്കില്ല. ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുവെങ്കിൽ പോലും ശ്രുതിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആളുണ്ടായല്ലോ, അത് ഭയങ്കര സന്തോഷമാണ്. എങ്കിലും ആ വീട്ടിൽ എപ്പോഴും ശ്രുതി ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ആരും ശ്രുതിക്ക് ഒരു കൂട്ടായിട്ടില്ല. പ്രീതി ചെടിക്ക് വെള്ളം നനച്ചുകൊണ്ടിരുന്നപ്പോ പോലും ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് മാറി നടന്നു പോവുകയാണ് ചെയ്തത്. അത് ശ്രുതിക്ക് ഭയങ്കര സങ്കടം തോന്നി. പ്രീതിയോടുമായി സംസാരിച്ചു. എന്നാൽ തന്നോട് മിണ്ടാൻ താല്പര്യമില്ല എന്ന് പ്രീതി പറയുകയും തന്റെ ചേച്ചി ഒരിക്കലും തന്നോട് പിണങ്ങിയിരിക്കത്തില്ല. പ്രീതി ചേച്ചിയുടെ അനിയത്തി കുട്ടിയായ ശ്രുതിക്കുട്ടിയോട്
ചേച്ചി ഒരിക്കലും പിണങ്ങിയിരിക്കത്തില്ല, ചേച്ചിക്ക് എങ്ങനെ സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോപ്പിട്ട് സംസാരിച്ച് ചേച്ചി ഒന്ന് ആലോചിച്ചോ നോക്ക്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ഒരേ വീട്ടില് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചു പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, അത് നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി സംസാരിക്കുവാണ്. എന്നാൽ അത് നടന്നപ്പോ ഇപ്പൊ ചേച്ചി എന്നോട് പിണങ്ങിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടപ്പോ തന്റെ അനിയത്തിയെ സങ്കടപ്പെടുന്നത് കണ്ടിട്ട് പ്രീതിക്ക് സഹിച്ചില്ല. ശ്രുതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ശ്രുതിയും പ്രീതിയും തമ്മിലുള്ള വഴക്കൊക്കെ മാറി. പക്ഷേ ആ വഴക്ക് മാറിയെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ശ്രുതിയോടുള്ള സങ്കടമോ ദേഷ്യമോ ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ അമ്മായി സായിറാം കുടുംബത്തിലേക്ക് വരുവാണ്. പ്രീതിയെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട്, വിരുന്നിന് വേണ്ടിയിട്ട് പ്രീതിയെയും ആകാശിനെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മായി വന്നു. എന്നാൽ പ്രീതിയെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ആചാരപ്രകാരം നടന്ന വിവാഹം അവരുടെ രണ്ടുപേരുടേതും മാത്രമാണ്, അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും വിവാഹം മാത്രം ഞങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ, മറ്റേ ശ്രുതിയെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ അമ്മായി സംസാരിച്ചു. പിന്നാലെ തന്നെ മനോരമ ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ സമയത്തും ശ്രുതി ഭയങ്കര സന്തോഷത്തിലാണ്. അമ്മായി വന്നു കഴിഞ്ഞാൽ തന്നോടുള്ള ദേഷ്യമൊക്കെ മറന്ന് അമ്മായി തന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ തന്നെ അമ്മായി തിരിച്ചു വീട്ടിലോട്ട് കൊണ്ടുപോകും, എല്ലാവരും എന്നോടുള്ള പിണക്കമൊക്കെ മാറ്റും എന്നാണ് ശ്രുതി വിചാരിച്ചിരിക്കുന്നത്, സന്തോഷിക്കുന്നത്. പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ? ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.